You should smell good too. I must not just look good, I must smell good too. എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ വീഡിയോയിലെ മണം വരൂലെങ്കിലും അല്ല, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നൊരു ചൊല്ലുണ്ട്. അത്രേ ഉള്ളൂ. വളരെയധികം. എന്റെ ഒരു മൂടാ. Hello everybody, welcome back to my YouTube channel. Hello പറ. എന്താ ഇവിടെ ഇങ്ങനെ ഹലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ വിക്ടറി കാണിക്കരുത് എപ്പോഴും. വിക്ടറി തന്നെ കാണിക്കും. Sorry guys. Old school സാധനമാണ് ഈ വിക്ടറി. So man, I'm old school too. Okay, so today is a very exciting special day. കാരണം ഇന്ന് നമ്മളുടെ ജെൻഡർ റിവീൽ അല്ല പറ. യെസ് എന്ന് പറഞ്ഞതാ സ്പാനിഷിൽ സി. ഇന്ന് നമ്മളുടെ ജെൻഡർ റിവീൽ പാർട്ടി മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ഇന്ന് നമ്മളുടെ ജെൻഡർ റിവീൽ പാർട്ടിയാണ്. അപ്പം നമുക്ക് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ സ്കാനിങ്ങിന് പോയപ്പം ജെൻഡർ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജെൻഡർ എന്താണെന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. ഇൻസ്റ്റന്റ് നമ്മൾ ആ കാർഡ് നമ്മളുടെ കൂടെയുള്ള വിഷിച്ചേച്ചിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇന്നാണ് നമ്മൾ ജെൻഡർ ബേബിന്റെ ജെൻഡർ എന്താണെന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. അപ്പം ഇന്ന് നമ്മള് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പൊ ആ പരിപാടിക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പുറത്ത് പോകുന്നത്. എന്തെല്ലാം നമുക്കിന്ന് വാങ്ങാനുള്ള? നമുക്കോ കേക്ക്, അത് കപ്പ് കേക്ക്സ്. കേക്ക് ഓൾറെഡി വിശ്വസിച്ച് വാങ്ങിയില്ലേ? കപ്പ് കേക്ക്സ്, സോറി പറഞ്ഞ മാറിപ്പോ. കപ്പ് കേക്ക്സ്, പിന്നെ നമ്മുടെ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കട്ട്ലറി, പിന്നെ പോപ്പ് വാങ്ങണ്ടേ? പോപ്പ് വാങ്ങണം. പിന്നെ നമ്മൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിസ്സ നമ്മൾ പോകുമ്പോഴല്ലേ നമ്മൾ എടുക്കുന്നത്. അതെ അതെ. സോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മൂസ്ജോ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലാണ്. സിറ്റിയാണ് മൂസ്ജോ. ആണോ? ഒരു സംശയം. അപ്പം നമ്മളിപ്പോ റജൈനയിലാണ്. സോ റജൈനന്ന് 1 hour ഉണ്ട് മൂസ്ജോയിലേക്ക്. അപ്പം മൂസ്ജോയിൽ വെച്ചിട്ടാണ് നമ്മള് ഈ ജെൻഡർ റിവീൽ പാർട്ടി ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളല്ലാണ് ഇപ്പൊ നമ്മള് വാങ്ങുന്നത്. പിന്നെ ബലൂൺ അല്ലേ വാങ്ങണ്ടേ? ബലൂൺ ആരും ഊതും. നല്ലതാണ് വാൾമാർട്ട്. കപ്പ് കേക്ക്, ചോക്ലേറ്റ് കപ്പ് കേക്ക് ഉണ്ടാവോ? ഉണ്ടാവും പോകും. എനിക്കിപ്പോഴും ഈ പബ്ലിക്കിന്ന് വ്ളോഗ് എടുക്കാൻ ഭയങ്കര നാണാണ്. ഇതുവരെ എനിക്ക് ആ ഒരു ഇത് മാറിയിട്ടില്ല. ഭയങ്കര നാണം. ഇതാ പിങ്ക്, ബ്ലൂ, സ്മോൾസ് ഉണ്ട്. ഇവിടെ കൊറേ ഓപ്ഷൻസ് ഉണ്ട്, ധാരാളം ഓപ്ഷൻസ്. ഞങ്ങള് രണ്ടാളും സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കേ വരാറില്ല. ഒരെണ്ണം വേറെ വെറൈറ്റി എടുക്കുന്ന ഇത്രക്കാരൊന്നും ആരും തിന്നൊന്നുമില്ല. പിന്നെ തിന്നുന്നുണ്ടെങ്കിൽ അത് കരഞ്ചന്തി തിന്നും. തിന്നോ? ഡയറ്റിലല്ലേ? ഇത് വേണോ? പിങ്ക്, ബ്ലൂ. നമുക്കറിയില്ലല്ലോ പിങ്ക് ആണോ ബ്ലൂ ആണോ. ബേബി കപ്പ് കേക്ക് തന്നെ, പക്ഷെ വേറെ എന്ത് ഫ്ലേവറാ കാണിക്കല്ലായിരിക്കും. യൂണിക്കോൺ കപ്പ് കേക്ക്. ഫുള്ള് കളർ കൊണ്ട് ഇങ്ങനെ പെരക്കിയ ഒരു കപ്പ് കേക്ക്. നമ്മള് ഗെയിംസ് ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. ഓ മൈ ഗോഡ്, നമ്മള് ഗെയിംസ് സെറ്റ് ആക്കണം. അപ്പൊ നമുക്ക് ഡോളറാമേ പോണം. എല്ലാരും പണിയോ ചെയ്യണം. ഞാൻ ആക്ച്വലി രാവിലെ ലസാഗണിയ ശരി, ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞു ഞാൻ വിചാരിക്കുന്ന അതിന്റെ ശരിക്കുള്ള പേര് ലസാഗണിയ എന്നാണ്. ലസാന്യ ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു രാവിലെ. ഒരു സ്ലൈസ് ഓഫ് ലസാന്യ. ഞാൻ എപ്പോഴും അങ്ങനെയാ പറയാ, ലസാഗണിയ. എന്താ ചിരിക്ക്, പൊട്ടിച്ചിരിക്കെ. എനിക്കിഷ്ടല്ല ബേസില. മണമൊന്നുമില്ല ഇതിന്. ഇന്നിവിടെ ഭയങ്കര ചൂട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന. ഇത്ര ഉണ്ടാവും, ഒരു 30 ഡിഗ്രി ഉണ്ടെന്നോ തോന്നുന്നു.
ഒന്നാമത് എനിക്കിപ്പം ഈയിടെയായിട്ട് എന്റെ ബോഡി വല്ലാണ്ട് ഓവർ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഈ ചൂടും ആവുമ്പോ ഭയങ്കര സീനാണ്. ഇപ്പൊ രാത്രിയെല്ലാം ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് യുനോ ബോഡി വല്ലാണ്ട് ഓവർ ഹീറ്റ് ആയിട്ട്. അതുകൊണ്ട് ഞാൻ ഫാനും ഇടും, ജനലും തുറക്കും. ഈവൻ ദെൻ ഞാൻ വേർക്കും. അത് ഭയങ്കര സീനാണ്, ഈ ഓവർ ഹീറ്റ് ആവുന്നത് ബോഡി. ഓ എന്ത് ആകാശട്ടം വരാത്ത കാർട്ട് വെച്ചിട്ട് വേഗം വാ. നമ്മൾ പോകുന്നത് ഡോളറാമയിലാണ്. എന്തൊരു ശബ്ദം ഇത്. ഡോളറാമയിൽ നിന്ന് നമുക്ക് ബലൂൺ വാങ്ങണം. അന്ന് നമ്മള് പോയിന് ഡോളർ ട്രീയില്. എനിക്ക് ഇഷ്ടായിട്ടില്ല ഡോളർ ട്രീ. ഡോളറാമയിലാണ് കുറച്ചും കൂടി സാധനങ്ങളുള്ളത്. ഡോളറാമ എന്ന് വെച്ചാൽ ഇവിടെ നമ്മളുടെ ഇത് കാനഡയിൽ മാത്രമാണോ US-ലും ഉണ്ടോ ഡോളറാമ? അമേരിക്ക അല്ല അതിപ്പോ എന്തായാലും അവിടെ നിന്റെ സംഭവം വെച്ചാൽ ഇത് ചെറിയ പൈസക്ക് സാധനം കിട്ടും. ചെറിയ പൈസക്ക് നമുക്ക് സാധനം കിട്ടും. $1 ആയിരുന്നു പല സാധനങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇപ്പം $1 പ്ലസ് ആണ്. അതുകൊണ്ട് ഇപ്പൊ ഇവര് ഡോളറാമ എന്ന് പറയുന്നത് ഡോളറാമ $1 പ്ലസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡോളറാമയിൽ പോയിട്ട് ബലൂണും പിന്നെ കട്ട്ലറീസ് എല്ലാം വാങ്ങിച്ചിട്ട് വരാം. വേഗം ലേറ്റ് ആയി. എനിക്ക് മേക്കപ്പ് എല്ലാം ഇടണ്ടേ. സോപ്പ് വേണ്ട വേണ്ട. നോക്ക ട്രോപ്പിക്കൽ ഓക്കെയാ. എത്ര ഉണ്ടാവും അതിന്റെ ഉള്ളിൽ? 8. പച്ച കളർ ഒറ്റ എന്നുള്ളത് എടുത്തിട്ട് എന്നോട് നീലാണ് എന്തിനാ സ്ക്വയർ പ്ലേറ്റ്? ഡിസ്പോസിബിൾ. അത് പ്ലാസ്റ്റിക് അല്ലേ, ഇത് വേണ്ട. ശരിയാ, ഇതെടുത്താലോ? നല്ല സ്ക്വയർ പ്ലേറ്റ്സ് ഭംഗിയില്ലേ? പോരെ? എത്ര എണ്ണം ഉണ്ട് അതിനകത്ത്? 30. അത് മതി. പിന്നെ നമുക്ക് ടിഷ്യൂ. അയ്യോ ടിഷ്യൂ അല്ല, സോറി, നാപ്കിൻ. ഫോർക്ക് മാത്രം മതിയമ്മോ? ഫോർക്ക്, ടിഷ്യൂ, ഇതാ നാപ്കിൻ. അത് എന്നാ മാച്ചിങ് കിട്ടി. നമ്മളിപ്പോ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വി ആർ ഗോയിങ് ടു ഗെറ്റ് റെഡി റിയലി ഫാസ്റ്റ്. കാരണം നമ്മളിപ്പോ ഓൾറെഡി കുറച്ചൊരു വി ആർ റണ്ണിങ് ലേറ്റ് ബൈ ലൈക്ക് എന്താ പറയാ, മേ ബി ലൈക്ക് 15 minutes എന്ന് പറയാം. അപ്പൊ നമുക്ക് ലൊക്കേഷനില് ഒരു 5:30 ആവുമ്പോഴേക്കും എത്തണം. ഇപ്പൊ ഓൾമോസ്റ്റ് ലൈക്ക് 3:45 ആവാനായി. അപ്പൊ 1 hour ഇവിടുന്ന് ജേർണി ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് റെഡി ആവാം. നിങ്ങളെല്ലാരും എപ്പോഴും ചോദിക്കില്ല എൻ്റെ അടുത്ത് മേക്കപ്പ് ഇടുന്ന കാണിച്ചു തരൂ എന്ന് കാണിച്ചു തരാം. ഇത് കുറച്ച് എലാബറേറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ആയിരിക്കും. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ സിമ്പിൾ മേക്കപ്പ്. പ്രെപ്പ് ചെയ്യുമ്പം ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന 3 പ്രോഡക്ട്സ് ആണ്. ഫസ്റ്റ് വൺ ഇസ് എ ടോണർ. അപ്പം ടോണർ ഇടാം. സോ ഐ എം യൂസിങ് ദിസ് ടോണർ ഫ്രം എസ്റ്റേ ലോഡർ. എസ്റ്റേ ലോഡറിന്റെ ഈ ടോണർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെ മുഖത്ത് ഇടുന്നുണ്ടോ അതൊക്കെ കഴുത്തിലേക്കും ഇടണം. ആൻഡ് ദെൻ some moisturizer. It's very important to hydrate your face before makeup. And the skin is like pretty dry, so we are using Clinique Moisture Surge. And Korean ഞാൻ ഈ മോയ്സ്ചർ സർജ് യൂസ് ചെയ്യും. കുറെ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഐ ലവ് ദിസ് മോയ്സ്ചറൈസർ. തീരാനായി, ഇനി ഇത് വാങ്ങണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വല്ലായ്മ. മോയ്സ്ചറൈസർ, it's a pretty good moisturizer. It works really well underneath makeup. Moisturizer too. And next very important thing, this is a primer from Smashbox. അപ്പോൾ ഇതൊരു ഹൈഡ്രേറ്റിംഗ് പ്രൈമർ ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ റിയലി ഹെൽപ്സ് ടു ഹോൾഡ് മൈ മേക്കപ്പ് വെരി വെൽ. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന
ഫൗണ്ടേഷൻ എസ്റ്റീ ലോഡറിന്റെ ഫൗണ്ടേഷൻ ആണ്. അപ്പം എസ്റ്റീ ലോഡറിന്റെ ഫൗണ്ടേഷൻ മാറ്റ് ആണ്. സോ ദാറ്റ് ഈസ് വൈ ഐ എം യൂസിങ് ദിസ് ഹൈഡ്രേറ്റിംഗ് പ്രൈമർ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഐ ഹാവ് a very dry skin, so when I use this hydrating primer, it really helps to maintain that plumpness in my skin. The makeup like kadakam, I'm using Estee Lauder Double Wear foundation. I work for Estee Lauder. എനിക്ക് ഈ ഫൗണ്ടേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ ദോ ലൈക്ക് ഞാൻ എസ്റ്റീ ലോഡറിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ഈവൻ ദെൻ ഐ അബ്സല്യൂട്ട്ലി ലവ് ദിസ് ഡബിൾ വെയർ ഫൗണ്ടേഷൻ. ഭയങ്കര അടിപൊളി കവറേജ് ആണ്. ഇറ്റ് ഗിവ്സ് എ വെരി നൈസ് മീഡിയം ടു ഫുൾ കവറേജ് ലുക്ക് വിച്ച് ഐ ലൈക്ക്. മേക്കപ്പ് ഇടുമ്പോൾ വർത്താനം പറയുന്നത് ഭയങ്കര ടഫാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് മേക്കപ്പ് ഇടല്. And then using a beauty blender. ഇത് ഞാൻ ഡാംപൻ ചെയ്ത ബ്യൂട്ടി ബ്ലെൻഡർ ആണ്. എന്നിട്ട് ജസ്റ്റ് എപ്പോഴും ബൗൺസ് ചെയ്യുക. സോ മേക്ക് ഷുവർ യു ഡോണ്ട് ഡു ലൈക്ക് ദിസ് ആക്ഷൻ. ഇൻസ്റ്റെഡ് ജസ്റ്റ് ബൗൺസ് ദ സ്പഞ്ച് ആൻഡ് നെവർ എവർ യൂസ് എ ഡ്രൈ സ്പഞ്ച്. കാരണം ഡ്രൈ സ്പഞ്ച് യൂസ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് all your product will get absorbed. Sponge അത് വലിച്ചെടുക്കും. So it's important that your sponge should be dampened, and make sure your sponge is not dry and make sure your sponge is not wet. So our in between like ningala sponge undavundathu. Now I'm going to do concealer. So I use this concealer from Tarte. This is in the shade medium honey ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. Also, when you're applying concealer, make sure you don't overuse the concealer. കുറച്ച് ഇടാൻ പാടുള്ളൂ concealer. So I'm just using this to brighten up my eye. ഇവിടെയും ഇവിടെ ഇത്ര ഇടുന്നുള്ളൂ, കൂടുതലൊന്നും ഇടൂല. Okay, just here. Yeah. Okay, ഇവിടൊക്കെയാണ് ഞാൻ കൺസീലർ ഇടുന്നത്. ഒരുപാട് ഫോഴ്സ് കൊടുത്തിട്ട് ഒരിക്കലും നമ്മൾ ബ്ലെൻഡ് ചെയ്യരുത്. ജസ്റ്റ് ലൈക്ക് ജെന്റ്ലി ഡാബ് ഓൾ ദി പ്രോഡക്ട്സ് ഇൻ. ഇനി ഈ വീഡിയോ കാണുമ്പോൾ ഇതിന്റെ അടിയിൽ ചില കടിയന്മാർ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് പറയായിരിക്കും, ഓ ഫുള്ള് പൊട്ടിയാണല്ലോ അങ്ങനെയാണല്ലോ. ലിസൺ, ഇത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. ദിസ് ഈസ് ലൈക്ക് അബ്സല്യൂട്ട്ലി എ പേഴ്സണൽ ചോയ്സ് ടു പുട്ട് മേക്കപ്പ് ഓർ ടു നോട്ട് പുട്ട് മേക്കപ്പ്. അതിൽ വന്നിട്ട് ഇങ്ങനെ മണമെന്ന് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഓരോ ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ള സാധനം ചെയ്യുന്നു. അപ്രിഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അവിടെ മുണ്ടാണ്ടിരിക്കാം. അത്ര നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. സി, എല്ലാം നല്ലോണം ബ്ലെൻഡ് ചെയ്യും. ബ്ലെൻഡിങ് ഇസ് ദ കീ. ബ്ലെൻഡ് ചെയ്യണം നമ്മൾ നല്ലോണം. ബ്ലെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ പാച്ച് പോലെ പല സ്ഥലത്തും പലതും ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ടാവും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഷുഡ് ബ്ലെൻഡ് യുവർ മേക്കപ്പ് വെരി വെൽ. Now what are we gonna do? We are gonna apply blush. I'm using Rare Beauty blush. This is one of my favorite blush, very pigmented. And this one is in the shade Hope. ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന എല്ലാ മേക്കപ്പും ഞാൻ അടിയിൽ ലിസ്റ്റ് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കുറച്ചും കൂടി. സോ ജസ്റ്റ് ലൈക്ക് ഇത് ഭയങ്കര പിഗ്മെന്റഡ് ആണ് കേട്ടോ. പക്ഷെ എനിക്ക് ഈ ബ്ലഷ് ഫീവർ ഉള്ളത് കൊണ്ട് ഞാൻ കുറേ ബ്ലഷ് ഇടാറുണ്ട്. ബ്രഷ് ഫ്രം MAC. I think this is 129S. ബ്ലഷിനെ യൂസ് ചെയ്യുന്ന ഒരു ബ്രഷാണ്. For eyebrows, I'm using ഇങ്ങനത്തെ ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത്, ബ്രഷാണ് യൂസ് ചെയ്യുന്നത് വിത്ത് ആംഗിൾ സാധനം. ആൻഡ് ഐ എം യൂസിങ് മാക്കിൻ്റെ ഒരു മാക്കിൻ്റെ ഒരു ഡിപ്പ്. ഇതിന്റെ ഷെയ്ഡ് ഡിപ്പ് ഡൗൺ എന്നാണ്. ഡിപ്പ് ഡൗൺ പ്രോ ലോങ് വെയർ ഫ്ലൂയിഡ് ലൈൻ എന്നാണ്. ദിസ് ഇസ് ആ ഐലൈനർ ആൻഡ് ഓൾസോ ബ്രൗ ജെൽ. സോ ഇറ്റ്സ് എ 2-in-1 പ്രോഡക്റ്റ്. ഇപ്പോഴും മാക്കിന് ഇത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മേ ബി ദിൽ ഹാവ് സംതിങ് സിമിലർ. ഇത് കുറച്ചൊരു ഓൾഡ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ അവർ ഈ സെയിം പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ടോ എനിക്കറിയില്ല. സോ ഐം ജസ്റ്റ് ലൈക്ക് ഡിപ്പിംഗ് ദ ആംഗുലർ പാർട്ട് ഓവർ ഹിയർ ആൻഡ് ഈ സ്പൂലി കൊണ്ട് ഐ എം ജസ്റ്റ് ലൈക്ക് ഞാൻ ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ വല്ലാണ്ട് വരക്കുന്നൊന്നുമില്ല.
വരയ്ക്കുമ്പോൾ വർത്താനം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ആദ്യം തന്നെ കുറേ ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്യാൻ പാടില്ല. കുറച്ചായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ നോക്കണം ലൈക്ക് ഹൗ ഇറ്റ്സ് ഗോയിങ് എന്ന്. ലൈറ്റായിട്ടാണ് നമ്മൾ ടച്ച് ചെയ്യുന്ന ഐബ്രോ. ബ്രൗസ് ഡിഫൈൻ ചെയ്യുമ്പം എനിക്ക് എപ്പോഴും ഒരു വ്യത്യാസം തോന്നാറുണ്ട്. ഓക്കെ, ഐ എം യൂസിങ് എ ഫ്ലാറ്റ് ബ്രഷ്. ഇത് മാക്കിന്റെ 212 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രഷാണ്, ഫ്ലാറ്റ് ബ്രഷ്. നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ബ്രൈറ്റൻ അപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത കൺസീലർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഐ എം ടേക്കിംഗ് സം പ്രോഡക്റ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സത്യം പറഞ്ഞാൽ ഇത് പാലറ്റിൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ പാലറ്റ് എവിടെയോ എന്നുള്ളത് കാണുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ കൈയിൻ്റെ ബാക്കിൽ നിന്ന് ചെയ്യുന്നത്. ആൻഡ് ഐ എം ടേക്കിംഗ് ദാറ്റ് ആൻഡ് ചെറുതായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക ബ്രൗസ്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇതേപോലെ തന്നെ അപ്പുറത്തെ ബ്രൗസും ചെയ്യാം. Alright, and ഞാൻ ബ്രൗസിൽ കുറേ പ്രോഡക്ട്സ് യൂസ് ചെയ്യാറുണ്ട്. and I'm doing like proper makeup. This time I'm using Pro Locked Brow Gel by MAC. ഇത് വെച്ചിട്ട് ഇതൊരു ജെല്ലാണ്, ഭയങ്കര ഫേം ആയിട്ട് നിൽക്കുന്ന ജെല്ലൊന്നുമല്ല, ബട്ട് നമ്മളുടെ ബ്രൗസ് ഒതുക്കി നിർത്താൻ അത് സഹായിക്കും. And this is going to help to keep my brows in place. Okay, do you see a difference? I see a difference, that's why I do it. And ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ ബ്രൗസും ചെയ്യാം. I think I'll just do a plain color today, just like we'll use this color first. The MAC ന്റെ ഒരു പാലറ്റ് ആണ്. That is more like a orange color. ഒരു ഇങ്ങനത്തെ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്, a little fluffier brush. And I'm using a circular motion for my eyes, taking the base color everywhere. Now I'm taking like this bronzy color എന്നിട്ട് ഇത് എല്ലാവരും കണ്ടുപിടിക്കണം. കൂടുതൽ ഷാഡോ ബ്രിങ് ചെയ്യാനാണ് നമ്മൾ അങ്ങനത്തെ ഒരു കളർ യൂസ് ചെയ്യുന്നത്. And ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട്, സോ റൈറ്റ് നൗ വി ആർ ജസ്റ്റ് യൂസിങ് 2 brushes. ഫസ്റ്റ് ആ പ്ലെയിൻ കളർ സോളിഡ് കളർ യൂസ് ചെയ്ത ബ്രഷ് എടുത്തിട്ട് ഐ എം ജസ്റ്റ് ബ്ലെൻഡിങ് എവറിത്തിങ്. നമുക്ക് കൈ കൊണ്ട് കുറച്ചൊരു ഗോൾഡൻ ഷെയ്ഡ് എടുക്കാം. ആൻഡ് ദെൻ ബ്ലെൻഡിങ് ഇറ്റ് വിത്ത് ദാറ്റ് ബ്രോൺസി കളർ. എനിക്ക് ഈ ഒരു ബ്രോൺസും ഗോൾഡനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതലും ബ്ലാക്ക് ആണ് ഇടാറ്. ഇന്ന് പക്ഷെ വൈറ്റ് ആണ് ഇടുന്നത്, പക്ഷെ വൈറ്റിന്റെ കൂടെയും ഇത് പോകും. ആൻഡ് ദെൻ ജസ്റ്റ് ബ്ലെൻഡിങ് ദാറ്റ് ഇൻ. കുറച്ചും കൂടി ബ്രോൺസി കളർ എടുക്കുക. ഇഫ് യു ഫീൽ ദെൻ ഗോൾഡൻ ഇസ് ഓവർ പവറിങ്. എനിക്ക് ബ്രോൺസി കളർ കൂടുതലാണ് ഇഷ്ടം. നമ്മൾ നേരത്തെ ബ്രൗസിന് യൂസ് ചെയ്ത എന്തെല്ലോ താഴെ ഇടുന്നത്, ബ്രൗസിന് യൂസ് ചെയ്ത ആ പോട്ടില്ലേ, പെയിന്റ് പോട്ട്, അത് തന്നെ നേരത്തെ ആംഗുലർ ബ്രഷ് കുറച്ച് എടുക്കുന്നു. എന്നിട്ട് ഐലിഡിന്റെ വളരെ ക്ലോസ് ആയിട്ട് ചെയ്യാം, വല്ലാണ്ട് വരക്കരുത്. ബിക്കോസ് മൈ ഐസ് ഇസ് ലൈക്ക് ഓൾറെഡി സ്മോൾ. അതിന്റെ കൂടെ ഞാൻ ഇതുകൂടി ഇങ്ങനെ വലുതാക്കി ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ മൈ ഐസ് ഇസ് ഗോണ ലുക്ക് ഈവൻ മോർ സ്മോളർ. വളരെ ജെന്റ്ലി ഇത് ഇടാം, വളരെ ലൈറ്റ് ആണ്. It's going to look very natural. കേൾ ചെയ്തിട്ട് ലാഷസ് കേൾ ചെയ്തിട്ട് നമുക്ക് മസ്കാര ഇടാം യൂസിങ് എ ലാഷ് കളർ. ആദ്യം യൂസ് ചെയ്യുന്നത് ടു ഫേസ് ബെറ്റർ ദാൻ, അത് പറയാൻ പറ്റൂല പുറത്ത്, അങ്ങനെ ലിസ്റ്റ് ചെയ്യാം. അതിന്റെ പ്രൈമർ ആണ് യൂസ് ചെയ്യുന്നത്.
പ്രൈമർ യൂസ് ചെയ്തിട്ട് മസ്കാര ഇടുമ്പം എപ്പോഴും ഐ സീ ലൈക്ക് എ വെരി ബിഗ് ഡിഫറൻസ്. സോ വിഗിൾ ആൻഡ് അപ്പ്, വിഗിൾ ആൻഡ് അപ്പ്, വിഗിൾ ആൻഡ് അപ്പ്. കുറച്ചുകൂടി ലാഷസ് ഫുള്ളറായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. ഫോർ മസ്കാര ഐ എം യൂസിങ് ക്ലിനിക്കിന്റെ ഒരു മസ്കാര. എൻ്റെ കണ്ണ് ഓൾറെഡി ചെറുതായിട്ട് കുറച്ച് വലുതായി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഐ എം യൂസിങ് എ ക്രീം ഐലൈനർ. എന്നിട്ട് എൻ്റെ വാട്ടർ ലൈനിൽ യൂസ് ചെയ്യുമ്പം എൻ്റെ കണ്ണ് കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആയ പോലെ എനിക്ക് തോന്നാറുണ്ട്. I make weird faces when I do this. Sorry about that. Now already കുറച്ച് വേർക്കുന്നുണ്ട്, അതുകൊണ്ട് I'm using this mineralized powder from MAC. ഇത് medium plus എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. I'm using a very fluffy brush. This is not a dense brush. This is a very loose brush. I just ഇങ്ങനെ എടുക്കുന്നു, എക്സ്ട്രാ ടാപ്പ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ വേർക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇടുന്നത്, in my T-zone. ചിന്നിൽ കുറച്ച് ഇടുന്നുണ്ട്, കണ്ണിൻ്റെ അടിയിൽ കുറച്ച് ഇടുന്നുണ്ട്. സെറ്റിംഗ് സ്പ്രേ ഫ്രം സെഫോറ. എനിക്കിതിലും ഇഷ്ടം മാക്കിന്റെ സെറ്റിംഗ് സ്പ്രേ ആണ്, പക്ഷെ എൻ്റെ സെറ്റിംഗ് സ്പ്രേ തീർന്നുപോയി. ഫാൻ യൂസ് ചെയ്ത് വേഗം ഉണങ്ങൂ, നമുക്ക് മുടി ചെയ്യണ്ടേ. ബ്ലഷ് കുറവാന്ന് തോന്നുന്നു. ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഹൈലൈറ്റർ ഇടാറ്. എൻ്റെ ഹൈലൈറ്റർ പൊട്ടി പാളീസ് ആയ ഒരു ഹൈലൈറ്റർ ആണ്, സ്മാഷ് ബോക്സിന്റെ ഒരു പാലറ്റ്. ജസ്റ്റ് ഗോയിങ് ടു അപ്ലൈ ഇറ്റ് ഓവർ ഹിയർ. മൂക്കിൻ്റെ അവിടെ ഇടുന്നുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാല് കണ്ണിന്റെ ഈ കോർണറിൽ കൂടി ഇടണം, കാരണം ഞാൻ കണ്ണ് വരക്കുന്നില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഒരു ഹൈലൈറ്റ് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ഹൈലൈറ്റർ ഇവിടെ, okay. In case I feel my blush is a little bit less, കുറച്ച് ബ്ലഷ് യൂസ് ചെയ്യുന്നുള്ളൂ. ദിസ് ബ്ലഷ് ഇസ് ഫ്രം മാക്, സ്വീറ്റ് ഇനഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. യൂസിങ് ദ ബ്ലഷിന്റെ ബ്രഷ് കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ഇവിടെ മാത്രം അപ്ലൈ ചെയ്യാന്. മൂക്കിൻ്റെ ഇവിടെയും കുറച്ചിടാം. മൂക്കിൻ്റെ ഇടം വല്ലാണ്ട് ഇട്ടിട്ട് ഇങ്ങനെ ജലദോഷമുള്ള പോലെ ഒന്നും ആക്കുക. ഓക്കെ, പിന്നെ ഒരു ഇവിടെ ഒരു സാധനം എന്താ കാണാത്ത. ഇൻ കേസ് ഇഫ് യു ഫീൽ, എനിക്കിപ്പോൾ ഇടയ്ക്ക് ഡബിൾ ചിൻ ഉള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്രോൺസർ അവിടെയും ഇടാം. ഇത് ഫൈനൽ ടച്ചപ്സ് ആണ്. I'm using this brush. ഇനി ലിപ്സ്റ്റിക് കൂടി ഇട്ടാലേ നമ്മളുടെ ഇത് മൊത്തം ഫിനിഷ് ആവും. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഭക്ഷണവും കഴിക്കണം, മുടിയും ചെയ്യണം, എന്നിട്ട് നമുക്ക് ലിപ്സ്റ്റിക്കിലേക്ക് തിരിച്ചു വരാം. Everybody looks so nice. Show your dress, everyone. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, കാരണം ലിപ്സ്റ്റിക് ഇടാം. ലേറ്റ് ആയി. Tell them to bring. Yes, 45 minutes. We'll be there by before 6. Oh, good. ഒന്നോട് മാച്ച് ആവുന്നുണ്ട്. ഇതെങ്ങനെ പോക്ക്? ലിപ്സ്റ്റിക് നേരത്തെ നമ്മൾ ഇടുന്നത് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. ഒന്നോ നമ്മള് വി ആർ യൂസിങ്, അയ്യോ ചെത്തിയിട്ടില്ല. ആക്ച്വലി ഇതൊരു ഐ പെൻസിലാണ് മാക്കിന്റെ. ഇറ്റ്സ് കോൾഡ് കോസ്ത റീഷ്. പക്ഷെ നമ്മൾ ലിപ് പെൻസിൽ യൂസ് ചെയ്യും. മാക്കിന്റെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ വ്ലോഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലോക്ഡ് കിസ്സിങ്ങിന്റെ എക്സ്ട്രാ ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്.
മിസ്റ്റേക്കാണ് വന്നത് റെഡ് ഇടാൻ. ഇത് റെഡ് ഓറഞ്ച് ആണ്. എന്താ ഇത് ആരും ഇങ്ങനെ ഒന്നും ചെയ്തേ? What are you guys doing? ഓർക്കില്ല. ഇത് ലൈനർ കുറച്ചിട്ടിട്ട്. ഇത് നടക്കോ? ഓക്കെ പോവാം. Driver has so many jobs. Okay, let's go. Yay. Yes. Where do we stop? Let me know, okay? Which way are we leaving? As per the Google map, we are going from South Highway. Yeah. Okay. One minute. So we are about to reach Musto. And ബാക്കിയുള്ള gender reveal, like how we are doing the gender reveal, you can watch that in part 2. That's it for this video. അടുത്ത വീഡിയോയിൽ കാണാം.